ഹേ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. കുറച്ച് കാലം മുന്നേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നമ്മുടെ ജീപ്പും ടാറ്റയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കാരണം വേറെ കുറേ കണ്ടന്റ് ഉണ്ടായിരുന്നു, കുറച്ച് വണ്ടികൾ ലോഞ്ച് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് അതങ്ങ് പോയി. പക്ഷേ എന്തായാലും ഇത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ തോന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീപ്പ് നമ്മുടെ ടാറ്റയുടെ പ്ലാറ്റ്ഫോമിൽ ഒരു ഗ്ലോബൽ വാഹനം ഇറക്കുന്നതിനെ പറ്റിയാണ്. ഇതിൻ്റെ ന്യൂസ് വന്നിട്ട് ഏകദേശം 2 ആഴ്ചയോളമായി. ആൻഡ് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ടാറ്റയായിട്ട് ജീപ്പിൻ്റെ കൊളാബറേഷൻ, ടാറ്റ മീൻസ് ജീപ്പല്ല, നമ്മുടെ ഫിയറ്റും ടാറ്റയും തമ്മിലുള്ള കൊളാബറേഷൻ 2006 തുടങ്ങിയതാണ്. ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മുടെ പുതിയ പുൻഡോ ഒക്കെ ഇറങ്ങിയ സമയത്ത് ടാറ്റയുടെ ഡീലർഷിപ്പ് വഴിയായിരുന്നു അവരത് വിറ്റതും. പിന്നെ നമുക്ക് രഞ്ജൻഗാവ് പ്ലാന്റ് ഉണ്ട് ഇവരുടെ, അത് രണ്ടും കൂടെ കൊളാബറേഷനിലാണ് ഇവർ രണ്ടുപേരും വണ്ടിയിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ അതിൻ്റെ ലൈഫ് ടൈമിൽ ഏകദേശം 1.3 മില്യണിന് മുകളിൽ വണ്ടികൾ അവർ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ട്. അതിൽ ഫിയറ്റിൻ്റെ ജീപ്പിൻ്റെ വണ്ടികൾ വളരെ കുറവുള്ളൂ, മേജോറിറ്റി ടാറ്റയുടെ വണ്ടികൾ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ രഞ്ജൻഗാവ് പ്ലാന്റിൽ ജീപ്പിൻ്റെ 4 വണ്ടികളും അതുപോലെ ടാറ്റയുടെ 3 വണ്ടികളുമാണ് അസംബിൾ ചെയ്യുന്നത്. അതായത് മെജോറിറ്റി ജീപ്പിൻ്റെ ഓപ്പറേഷൻസും ആ ഒരു പ്ലാന്റിൽ തന്നെയാണ് നടക്കുന്നത്. ജീപ്പിന് ഹപ്പാട് 4 വണ്ടികൾ ഇന്ത്യയിലുള്ളൂ. അതിൽ 2 CKD ആണ്, പിന്നെ കോമ്പസ് മെറിഡിയൻ ഉണ്ട്, അതും കൈൻഡ് ഓഫ് CKD തന്നെയാണ്. മൊത്തം ഇവിടെ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. 70% മാത്രമാണ് ഇവിടുത്തെ ലോക്കലൈസേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് വണ്ടികൾക്കൊക്കെ അത്രയും പ്രൈസും വരുന്നത്. എനിവേ, നമ്മൾ സംസാരിക്കുന്ന മെയിൻ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഈ ഒരു പ്ലാന്റിൽ തന്നെ നമ്മുടെ ടാറ്റയുടെ ആർഗോസ് പ്ലാറ്റ്ഫോം, അതായത് ഓൾ ടെറൈൻ റെഡി ഒമ്നി എനർജി ജോമെട്രി സ്കെയിലബിൾ പ്ലാറ്റ്ഫോം എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ സിയറയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പ്ലാറ്റ്ഫോമാണ്. ഇതാണ് നമ്മുടെ ജീപ്പ് ഇവരുടെ പുതിയ ഒരു ഗ്ലോബൽ SUVക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ഇവർ ഏഷ്യൻ മാർക്കറ്റ്സ്, അതായത് ഏഷ്യൻ പല കൺട്രീസും വന്നിട്ട് അവിടുത്തെ ലോക്കൽ ഒരു നല്ല കാർ കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് വേൾഡ് വൈഡ് 5 പുതിയ വണ്ടികളാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ടാറ്റയായിട്ട് ഇപ്പോൾ കൊളാബറേറ്റ് ചെയ്ത് ഈ ഒരു വണ്ടി ഇറക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നത്. 2006 മുതൽ ടാറ്റയ്ക്ക് ഇവിടെ കൊളാബറേഷൻ ഫിയറ്റുമായിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ഇതുമായിട്ട് മുന്നോട്ട് പോയത്. വേറെ പല പ്ലാറ്റ്ഫോമുകളും കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്നാണ് ജീപ്പിൻ്റെ ഏഷ്യൻ CEO പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് അവർക്ക് ഏറ്റവും വയബിളായിട്ട് തോന്നിയതും അവരുടെ എല്ലാ റിക്വയർമെൻറ്റ്സും മീറ്റ് ചെയ്തത് ഈ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഈ സിയറയുടെ ലോഞ്ച് ടൈമിൽ തന്നെ ടാറ്റ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതും ഇതിൻ്റെ പുതിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഇതിനകത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള പവർ ട്രെയിൻ ഓപ്ഷൻസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1.5 ലിറ്റർ എണ്ണ ആയിക്കോട്ടെ, പൊതുവേ എണ്ണ പെട്രോൾ ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഓൾ വീൽ ഡ്രൈവും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഇലക്ട്രിക് തന്നെ ആവണം നിർബന്ധമില്ല ഇതിനകത്ത് ഓൾ വീൽ ഡ്രൈവ് സപ്പോർട്ട് ചെയ്യാൻ. നമുക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഏത് പവർ ട്രെയിൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഓൾ വീൽ ഡ്രൈവ് കൊടുക്കാൻ പറ്റും. അതാണ് ജീപ്പിനെ ആക്ച്വലി ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഇപ്പോൾ ജീപ്പ് ഗ്ലോബൽ SUV ഇറക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരിക്കലും ഓൾ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4x4 സിസ്റ്റം ഇല്ലാതെ അവർ ഇറക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇന്ത്യയിൽ കൊളാബറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ സിട്രൻ്റെ CMF എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, CMP എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, അതായത് കോമൺ മോഡൽ പ്ലാറ്റ്ഫോം എന്നാണ് എൻ്റെ പേര്. ഇവിടെ ഒരു C-Cubed ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നു എന്ന് മാത്രം. അതിലാണ് നമ്മുടെ ബസാൾട്ടും എയർക്രോസും C3 അങ്ങനത്തെ കുറേ വണ്ടികൾ വരുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാറ്റ്ഫോം കുറച്ച് പഴയ ടെക്നോളജി ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ADAS സിസ്റ്റംസ് എല്ലാം കൂടെ ഇതിൻ്റെ അകത്തോട്ട് അവർക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് മാത്രമേ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സപ്പോർട്ടുള്ളൂ. ഓൾ വീൽ ഡ്രൈവിൻ്റെ സപ്പോർട്ട് സെറ്റൻ കൊടുത്തിട്ടില്ല. സെറ്റൻ മീൻസ് ഇത് നമ്മുടെ പ്യൂഷോ സെറ്റനൊക്കെ ആയിട്ടുള്ള കൊളാബറേഷനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ ജീപ്പ് വിചാരിച്ചു, ഓക്കെ നമുക്കിത് വേണ്ട, നമ്മളിപ്പോൾ ഇവിടെ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്താലും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ളൊരു വാഹനത്തിൽ ഓൾ വീൽ ഡ്രൈവ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ സംഭവം ശരിയാവില്ലല്ലോ. അതുകൊണ്ടാണ് അവർ ആ പ്ലാൻ ഉപേക്ഷിച്ചിട്ട് പിന്നെ നേരെ ടാറ്റയുടെ അടുത്തോട്ട് പോയത് ഈ ഒരു സംഭവത്തിന് വേണ്ടി. ഇതിൽ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ പ്ലാറ്റ്ഫോം മാത്രമല്ല, അവർ നമ്മുടെ ടാറ്റയുടെ 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, നമ്മളിപ്പോൾ സിയറിൽ കണ്ട ഏകദേശം 160 ഹോഴ്സ് പവറും 260 Nm ടോർക്കാണെന്ന് തോന്നുന്നു, ആ ഒരു സെയിം പവർ ട്രെയിൻ ഓപ്ഷനാണ് ഇവരുടെ പുതിയ SUVയിലും ഉപയോഗിക്കാൻ പോകുന്നത്. യെസ്, ടാറ്റയുടെ എഞ്ചിൻ സിയർ ഉപയോഗിക്കുന്നു, ടാറ്റയുടെ എഞ്ചിൻ ജീപ്പ് ഉപയോഗിക്കുന്നു. പണ്ടൊക്കെ ജീപ്പിൻ്റെയും മെയിനായിട്ട് ഫിയറ്റിൻ്റെ എഞ്ചിൻ ടാറ്റയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ 1.3 ഡീസൽ ഇപ്പോഴും പണ്ട് ടാറ്റ ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴും നമ്മുടെ 2 ലിറ്റർ ഡീസൽ ഫിയറ്റിൻ്റെ ടാറ്റ ഹാരിയറിലും സഫാരിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും ഈ 2 ലിറ്റർ ഡീസൽ സിയറിൽ വരുമെന്ന് ആദ്യം ഒരു റൂമർ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പ്ലാറ്റ്ഫോം 2 ലിറ്റർ ഡീസൽ എടുക്കില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും ജീപ്പിൻ്റെ പുതിയ SUV വരുമ്പോൾ അതിൻ്റെ അകത്ത് ഡീസൽ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. എന്തായാലും ഈ എഞ്ചിൻ, അതായത് ടാറ്റയുടെ 1.5 ലിറ്റർ എഞ്ചിൻ ഇനിയിപ്പോൾ ജീപ്പിൻ്റെ പല മോഡൽസിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം അവർ 1.3 ലിറ്റർ ഒരു ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട് ഫിയറ്റിൻ്റെ പുറത്തൊക്കെ ഉള്ളത്, ബ്രസീലിലുള്ളത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിവിടെ കൊണ്ടുവന്ന് ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ ലോക്കലൈസ് ചെയ്യാനും ഒക്കെ ഉള്ള കോസ്റ്റ് വളരെ കൂടുതലായതുകൊണ്ടാണ് അതിൻ്റെ ഒരു പരിപാടി ഉപേക്ഷിച്ചത്. അതുപോലെ തന്നെ STLA M എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു, നമ്മുടെ ഫിയറ്റിൻ്റെ വേറൊരു പ്ലാറ്റ്ഫോമാണ്. അതും അവർക്ക് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്തിട്ട് അതിൽ നിന്ന്, അതായത് ഓൾ വീൽ ഡ്രൈവ് എല്ലാ സംഭവങ്ങളും സപ്പോർട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്.
അതിവിടെ ലോക്കലി അസംബിൾ ചെയ്തൊരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യാനും ഇനീഷ്യലി പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരം സാധനങ്ങളെല്ലാം അവർ സ്ക്രാപ്പ് ചെയ്തു. കാരണം ഇതൊന്നും കോസ്റ്റ് വയബിൾ അല്ല, പുറത്തുള്ളൊരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമാണ്, അത് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാനും പാടായിരിക്കും. മാത്രമല്ല അസംബ്ലിങ് കോസ്റ്റ് എല്ലാം കൂടുതലാണ്. അതുകൊണ്ടാണ് അവരത് ഉപേക്ഷിച്ചത്. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് ഇവിടേക്ക് അതായത് ഇവിടത്തേക്ക് തന്നെ വേറൊരു ഇൻഡിജിനസ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇവിടേക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം സ്ക്രാച്ച് ചെയ്യുന്ന ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതും വളരെ വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അത് മാത്രമല്ല, കോസ്റ്റ്ലിയുടെ പ്രശ്നമല്ല, ഏകദേശം 1 to 2 ബില്യണോളം പ്ലാറ്റ്ഫോമിന് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും കോസ്റ്റായിട്ട്. പിന്നെ ഏകദേശം 5 ഇയേഴ്സിനടുത്തെങ്കിലും മിനിമം അതിന് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ് എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ട് പ്രൊഡക്ഷനിലേക്ക് എത്താനും സമയമെടുക്കും. അതുകൊണ്ടാണ് അവർ ആ ഒരു സംഭവം ഉപേക്ഷിച്ചത്. പിന്നെ എമിഷൻ നോംസിൻ്റെ കാര്യത്തിലും ഈ വണ്ടിയുടെ എഞ്ചിൻ അത്യാവശ്യം മുന്നിലാണ്. കാരണം അത് BS7 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, Euro 7 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കങ്ങനെ വേറെ, അതായത് ജീപ്പ് ഇപ്പോൾ എടുത്താലും BS6 മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നവർ, Euro 6 മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത്, കഴിഞ്ഞ് എമിഷൻസിലോട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് 50ലും കൂടുതൽ കൺട്രീസിലോട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ജീപ്പ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഒക്കെ എത്രയാണ് അവർ ക്യാപ്പ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യക്ക് എത്രയാണ് തരാൻ പോകുന്നത്, പുറത്തേക്ക് എത്രയാണ് വിടാൻ പോകുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. എന്തായാലും ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് 2028 സോ ഇനിയും 2 വർഷത്തിനടുത്ത് സമയമുണ്ട്. പക്ഷേ കുറച്ച് കാലമായിട്ട് ജീപ്പ് ഇന്ത്യയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇൻഫാക്ട് ഗ്ലോബലി ആണെങ്കിലും അവർ പുതിയ കോമ്പസ് ഇറക്കി, കുറച്ചധികം വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നമുക്ക് ഇന്ത്യയിൽ കാണാൻ പറ്റില്ല. കോമ്പസിൻ്റെ ഒക്കെ പുതിയ ജനറേഷൻ കോസ്റ്റ് കാരണം അവർ ഇന്ത്യയിലേക്ക് ഇറക്കണ്ട എന്ന് തന്നെ അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. 2017 കോമ്പസ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് 2020 ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടി. അത് 2021 ഫേസ് ലിഫ്റ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. അവർ മെറിഡിയൻ ഇറക്കി, അതോടെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഓരോ സ്പെഷ്യൽ എഡിഷൻ, ലിമിറ്റഡ് എഡിഷൻ, ആ എഡിഷൻ, ഈ എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ വരുമെന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റൊന്നും ഇല്ല. എന്തായാലും അതിനൊക്കെ ശേഷം ഇനി ജീപ്പ് വീണ്ടും ഒരു കംബാക്ക് നടത്താൻ പോകുന്നത് ഈ വണ്ടി വെച്ചിട്ടായിരിക്കും എന്ന് നമുക്ക് പറയാം. ഈ വണ്ടി ഗ്ലോബലി റെനഗേഡിനെ റീപ്ലേസ് ചെയ്യും എന്നുള്ളൊരു റൂമർ വരുന്നുണ്ട്. ഈ റെനഗേഡും നമുക്ക് ശരിക്കും ഇന്ത്യയിൽ ഇറക്കാൻ ഉദ്ദേശിച്ചിരുന്നൊരു വണ്ടിയായിരുന്നു. 2020 മുതൽ ഈവൻ കോമ്പസ് വന്നു കഴിഞ്ഞപ്പോൾ അപ്പം തൊട്ട് തന്നെ ഈ റെനഗേഡ് വരുന്നതിൻ്റെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. അത് പക്ഷേ കോസ്റ്റ് കാരണമായിരിക്കും, ഓർ പ്രൈസ് അധികം കുറയ്ക്കാൻ പറ്റത്തുകൊണ്ടായിരിക്കും അവർ ആ പരിപാടിയും ഉപേക്ഷിച്ചു. ഈ ജീപ്പിൻ്റെ മെയിൻ പരിപാടി ഇതാണ്. എന്തെങ്കിലുമൊക്കെ പറയും, എന്നിട്ട് അടുത്ത ദിവസം പറയും അയ്യോ നമ്മളിത് ഉപേക്ഷിച്ചല്ലോ, അതിപ്പോൾ നിലവിലില്ല എന്ന്. എല്ലാം മൊത്തത്തിലൊരു ഇവാലുവേഷൻ സ്റ്റേജാണ്. എപ്പോൾ നമ്മൾ അതായത് ഓട്ടോക്കാരൻ്റെയൊക്കെ മിക്ക ഇൻ്റർവ്യൂസ് അല്ലെങ്കിൽ മറ്റേ CEO ആയിട്ടുള്ള കോൺഫറൻസ് ഒക്കെ അവർ വിടാറുണ്ട്. പക്ഷേ എല്ലാത്തിലും അവർ ഇവാലുവേഷൻ നടത്തുന്നു, എന്നിട്ട് റിജക്റ്റ് ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. ചിലപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയായിരിക്കും അവരിങ്ങനെ ഇവാലുവേഷനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അത് പോട്ടെ, നമുക്കിപ്പോൾ ഈ വണ്ടിയുടെ ഡെവലപ്മെൻ്റ് ആണെങ്കിലും ഇന്ത്യയിൽ മാത്രമല്ല നടക്കാൻ പോകുന്നത്. ഇവരുടെ പുറത്തുള്ള എഞ്ചിനീയേഴ്സും അതുപോലെ R&D സെക്ഷനും ഒക്കെ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യൻ സെക്ഷൻ മാത്രമായിരിക്കില്ല. ഇന്ത്യയിൽ മാത്രം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. എന്തായാലും ടാറ്റയ്ക്ക് പൊതുവേ റിലയബിലിറ്റിയുടെ കാര്യത്തിൽ അത്ര ഭയങ്കര ഒരു പേരല്ല നമുക്ക് ഇവിടെ ഉള്ളതും. ജീപ്പും ഇൻ്റർനാഷണലി റിലയബിലിറ്റിയുടെ കാര്യത്തിൽ വളരെ മോശം പേരിട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് കുറച്ചധികം കാലമായിട്ട്. ഇനിയിപ്പോൾ ഈ 2 കമ്പനികളും കൂടെ ഒന്നിക്കുമ്പം എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സിയറയ്ക്ക് ഇലക്ട്രിക്കലി അത്യാവശ്യം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എഞ്ചിൻ്റെ കാര്യത്തിൽ അധികം പ്രശ്നങ്ങൾ ഞാനങ്ങനെ കേട്ടിട്ടില്ല. എന്തായാലും ജീപ്പിൻ്റെ വണ്ടി വരുമ്പോഴേക്കും ഇത് മൊത്തം, അതായത് ഇൻറ്റീരിയർ ഡിസൈൻ, എക്സ്റ്റീരിയർ ഡിസൈൻ, ഇലക്ട്രോണിക്സ്, ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം അവർ തന്നെയായിരിക്കും ചെയ്യുന്നത്. അല്ലാതെ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊന്നും സിയറയുടെ എടുക്കുന്നില്ല. ജസ്റ്റ് എഞ്ചിനും പ്ലാറ്റ്ഫോം മാത്രമാണ് അവരെടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്റ്റ് ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.